ഒടുവിൽ പശ്ചിമേഷ്യയിൽ സമാധാനത്തിന്റെ പൊൻകിരണം. ഗാസ സമാധാന ഉടമ്പടി പ്രകാരം 20 ഇസ്രായേലി ബന്ദികളെ മോചിപ്പിച്ച ഹമാസ്. 2000-ഓളം പലസ്തീൻ ബന്ദികളുടെ മോചനം ആരംഭിച്ച ഇസ്രായേൽ. സമാധാനത്തിനായി ഒരുമിച്ച് പോകുമെന്ന് ബെന്യാമിൻ നെതന്യാഹു. ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് ഡൊണാൾഡ് ട്രംപിന് പരമോന്നത സിവിലിയൻ ബഹുമതി പ്രഖ്യാപിച്ച് ഇസ്രായേൽ. എയ്ഡഡ് സ്കൂൾ ഭിന്നശേഷി നിയമനങ്ങളിൽ അയഞ്ഞ സർക്കാർ. ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ ആവശ്യം അംഗീകരിച്ചു. NSSന് അനുകൂലമായ വിധി മറ്റു മാനേജ്മെന്റുകൾക്കും ബാധകമാക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി. നിയമനിർമ്മാണം നടത്തുമെന്നും മന്ത്രി. സർക്കാർ നിലപാട് സ്വാഗതാർഹമെന്ന് ജോസ് കെ മാണി. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ റാന്നി കോടതിയിൽ FIR സമർപ്പിച്ച് SIT. കോടതിയിൽ സമർപ്പിച്ചത് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത 2 കേസുകളുടെ FIR. ശബരിമലയിൽ തിരിച്ചെത്തിച്ച ദ്വാരപാലകപാളികളും തകിടുകളും ഡ്യൂപ്ലിക്കേറ്റ് എന്ന് സംശയിച്ച് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട്. നാഗേഷിന്റെ അടുത്ത് പാളികൾ എത്തിച്ചതിലും ദുരൂഹത. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളെയും ഉടൻ കസ്റ്റഡിയിലെടുത്തേക്കും. OJ ജനീഷ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ. ബിനു ചുള്ളിയിൽ വർക്കിംഗ് പ്രസിഡന്റ്. അബിൻ വർക്കിയും KM അഭിജിത്തും ദേശീയ സെക്രട്ടറിമാർ. പ്രഖ്യാപനം ഉടൻ.